ഹലോ ട്രേഡേഴ്സ്, ട്രേഡിംഗ് ടാറ്റിക്സിന്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ലൈവ് ട്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. യൂറോ ജെ പി വൈയിലാണ്. യൂറോ ജെ പി വൈയുടെ 4 അവർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. മാർക്കറ്റിൽ നല്ലൊരു ബുള്ളിഷ് മൊമെന്റ് ഉണ്ട്. അതിന് ശേഷം മാർക്കറ്റ് ഒരു റീട്രേസ് ചെയ്ത് ഒരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നു. വീണ്ടും ബയേഴ്സ് വീണ്ടും വാങ്ങിച്ചു. മാർക്കറ്റ് മുകളിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി താഴോട്ട് മാറ്റിയിട്ട് ഒരു 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. മാർക്കറ്റിന്റെ ഒരു കീ റെസിസ്റ്റൻസ് ലെവലായിരുന്നു. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. വീണ്ടും മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാണ്. റീടെസ്റ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മളൊരു ബൈ എൻട്രി ആണ് നോക്കി വെച്ചേക്കുന്നത്. ഒരു ഓൾമോസ്റ്റ് ഒരു 44-45 പിപ്പിന്റെ ഒരു ചെറിയൊരു ട്രേഡ്. നമുക്കൊരു 15 മിനിറ്റിക്ക് മാറ്റാം. മാർക്കറ്റ് നല്ലൊരു ഡിസ്കൗണ്ട് ഇവിടെ നോക്കി അറിയാം മാർക്കറ്റിന്റെ മൊമെന്റ്. മാർക്കറ്റിൽ നല്ലൊരു ബുള്ളിഷ് മൊമെന്റ് വന്നു. ചെറിയ റീട്രേസ്മെന്റ് ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. മാർക്കറ്റിന്റെ ഒരു കീ റെസിസ്റ്റൻസ് ലെവലാണത്. മാർക്കറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കീ റെസിസ്റ്റൻസ് ലെവലാണ്. യൂറോ ജെ പി വൈയില് നമ്മളൊരു ബൈ എൻട്രി എടുത്തേക്കാണ്. 1 ലോട്ടിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ലൈനിന്റെ താഴെ നമുക്ക് പ്ലേസ് ചെയ്യാം. മാർക്കറ്റിൽ നമുക്ക് ഒരു 1 അവറിൽ 4 അവറിൽ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു കീ റെസിസ്റ്റൻസ് ലെവലായിരുന്നു. വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ അത് നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു ലെവലാണ്. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ഇവിടെ ഉണ്ടായ മാർക്കറ്റിന്റെ മൊമെന്റം, മാർക്കറ്റിലെ നല്ലൊരു മൊമെന്റത്തിലാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം മാർക്കറ്റ് ലോവർ ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. പ്രീവിയസ് ഉണ്ടായിരുന്ന സപ്പോർട്ടും പിന്നെ റെസിസ്റ്റൻസ് ആക്ട് ചെയ്ത ലെവലിനെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെന്റത്തിലേക്ക് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും. അതാണ് നമ്മുടെ കൺസെപ്ഷൻ, നമ്മുടെ കാൽക്കുലേഷൻ. ഓക്കെ, നമുക്കൊരു 15 മിനിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റ് നല്ലൊരു ഡീപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നു. അതിനുശേഷം നല്ലൊരു സെല്ലേഴ്സിന്റെ നല്ലൊരു ബയേഴ്സിന്റെ എൻട്രിയും കൂടി നമുക്ക് വിസിബിൾ ആണ്. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ടി പി ലെവൽ ഏറെക്കുറെ ഈ ലെവലിന്റെ അടുത്ത് പ്ലേസ് ചെയ്യാം. മാർക്കറ്റ് പ്രീവിയസ് റീടെസ്റ്റ് ചെയ്ത ലെവലാണ്. ഒരു 24 പിപ്പിന്റെ ഒരു ട്രേഡ് നമുക്ക് കൺവേർട്ട് ചെയ്യാം. മാർക്കറ്റ് പോകാനുള്ള മാർക്കറ്റ് ഈ ഒരു ഹൈയിലേക്കാണ് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓൾമോസ്റ്റ് ഒരു 77 പിപ്പിന്റെ ഒരു മൂവ്മെന്റ് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ചെറിയൊരു സ്കാൽപ്പ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ടി പി ഈ ഒരു ഹൈഡ് അവിടേക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ യൂറോ യെന്നിൽ ട്രേഡ് എടുത്തത്? നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ യെന്നിനെ കുറിച്ച് പറയാനുണ്ട്. ജപ്പാനിൽ ഉണ്ടായ ഭൂകമ്പവും അതിനെ പറ്റിയിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് യെന്ന് 2-3 ദിവസമായിട്ട് ഓവറോൾ യെന്ന് വളരെ വീക്ക്നെസ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഓവറോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലുടനീളം യെന്നിന് വളരെ വീക്ക്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യൂറോ ജെ പി വൈയിൽ ബൈ എടുത്തേക്കുന്നത്. ഇപ്പൊ യൂറോ ജെ പി വൈയിൽ നമ്മൾ കറൻസികളുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ യൂറോ ബേസ് കറൻസിയും യെന്ന് നമുക്ക് കൗണ്ടർ കറൻസിയാണ്. അപ്പൊ യെന്ന് വളരെ വീക്കാണ്. യെന്ന് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോ ഓൾമോസ്റ്റ് ഒരു ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണെന്ന് കാണിച്ചു വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ആണ്. അത് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ യെന്നിന്റെ വീക്ക്നെസ്സും യൂറോ ഓൾമോസ്റ്റ് മീഡിയം സ്ട്രോങ്ങിലാണ് യൂറോ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബൈ എൻട്രി എടുത്തേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ടി പി ലെവല് നമ്മൾ ഈ ഒരു ലെവലിലാണ് വെച്ചേക്കുന്നത്. ഒരു 75-77 പിപ്പിന്റെ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു ചെറിയൊരു സ്കാൽപ്പിംഗ് ട്രേഡ് എടുത്തിട്ട് മാർക്കറ്റിന് എക്സിറ്റ് അടിക്കാനുള്ള പ്ലാൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ തൊട്ടടുത്ത ഹയർ പോയിന്റ് അവിടെ വെച്ചിട്ട് എക്സിറ്റ് അടിക്കാനുള്ള പ്ലാൻ. മാർക്കറ്റ് ഇവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ ശേഷം വീണ്ടും മാർക്കറ്റ് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ സമയം ഒരു 11:30 അടുക്കണ്. നമ്മുടെ ഫ്രാങ്ക്ഫർട്ട് ഓപ്പൺ ആവാറുണ്ട്. അതിന് ശേഷം ലണ്ടൻ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ യൂറോ പെർഫോം ചെയ്യും. ഒരു $200 ഡെമോ അക്കൗണ്ടിലാണ് ട്രേഡ് എടുത്തേക്കുന്നത്. ഒരു 1 ലോട്ട് സൈസിലാണ് എടുത്തേക്കുന്നത്. നമ്മളൊരു ബിഗിനർ ആണെന്നുവെച്ചാൽ ഒരിക്കലും ഈ 1 ലോട്ട് സൈസിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള 0.001 ലോട്ട് സൈസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ട്രേഡ് എടുത്തിട്ട് വേണം നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ 1 ലോട്ടിലൊക്കെ നമ്മളിപ്പോൾ ഡെമോ അക്കൗണ്ടിൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ 1 ലോട്ടിലൊക്കെ എടുക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും ഒരു തുടക്കക്കാരനെ വെച്ചാൽ ഇത്ര വലിയ ലോട്ട് സൈസിൽ ട്രേഡ് എടുക്കാൻ പാടില്ല. പൊതുവെ എല്ലാവരും പറയും സ്കാൽപ്പിംഗ് വളരെ ഈസി ആണെന്ന്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് നടന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി വീണ്ടും മാർക്കറ്റ് ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് വരുന്നത്. ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് വന്നിട്ട് മാർക്കറ്റിൽ റിവേഴ്സൽ ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് തിരിച്ചറിയുന്നിടത്ത് നമുക്ക് സ്കാൽപ്പിംഗ് സക്സെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചെറിയൊരു ഇവിടെ നോട്ടിട്ട് മാർക്കറ്റിന് എൻട്രി ആവുക, ഇവിടുന്ന് എക്സിറ്റ് ആവുക, വീണ്ടും മാർക്കറ്റിന് എൻട്രി ആവുക, എക്സിറ്റ് ആവുക, അങ്ങനെ നമുക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ കുറച്ചും നമ്മളൊരു ട്രേഡർ എസ്പെഷ്യലി സ്കാൽപ്പറിന്റെ മൈൻഡ് സെറ്റിൽ എന്താ ഉണ്ടാവുക, പെട്ടെന്ന് ക്വിക്ക് ബക്സ് ഏൺ ചെയ്യുക.
മാർക്കറ്റിന് എക്സിറ്റ് അടിക്കുക. ആ ഒരു മൈൻഡ് സെറ്റ് ആവും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ മാർക്കറ്റിനെ നമ്മൾ ഓവറോൾ അനലൈസ് ചെയ്ത് ഒരു ഷോർട്ട് ടൈം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത്തരം റിസ്ക് കുറവില് നമുക്ക് കൺഫേം ആവുന്ന ഒരു ഏരിയയിൽ നമുക്ക് പ്രീവിയസ് ഹിസ്റ്ററി വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കുക, അതേപോലെ നല്ലൊരു എക്സിറ്റ് അടിക്കാം. അതാണ് നമ്മൾ സ്കാൽപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയ മാർക്കറ്റ് റീട്രേസ് ചെയ്തു സ്കാൽപ്പ് എടുക്കുക, വീണ്ടും ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി സ്കാൽപ്പ് എടുക്കുക, അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇല്ല. നമുക്ക് ഫ്യൂച്ചറിനെ നമ്മൾ പ്രിഡിക്ട് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ഭൂരിഭാഗം സ്കാൽപ്പേഴ്സിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലേക്ക് മാർക്കറ്റ് വരുന്നത് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. മാർക്കറ്റ് ഇപ്പൊ നമുക്കറിയാം, മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തു, ഈ ഒരു ഏരിയ നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് ഈ റെപ്പർ എവിടെയോ, പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ കറക്റ്റ് ഡിസ്കൗണ്ട് പ്രൈസിലേക്കാണ് മാർക്കറ്റ് വന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് സ്കാൽപ്പിംഗ് ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തു, വീണ്ടും റീടെസ്റ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പൊ ഈ ഒരു ലെവലിലായിരിക്കും എന്നും ട്രേഡ് ചെയ്യുന്നത്. അല്ല, മാർക്കറ്റിൽ 7.7 ട്രില്യൺ ട്രാൻസാക്ഷൻ ഉള്ള ഫ്ലോർ ഉള്ള മാർക്കറ്റാണ് ഈ ഫോറക്സ് മാർക്കറ്റ്. അപ്പോൾ അതിൽ ഡെയിലി നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ഒരേ പാറ്റേണിൽ കൂടെ ഒരിക്കലും മാർക്കറ്റ് സഞ്ചരിക്കില്ല. മാർക്കറ്റ് പല പല സിറ്റുവേഷനിലും പല പല ഡയറക്ഷനിൽ കൂടെ ആവും മാർക്കറ്റ് മൂവ് ചെയ്യുക. അപ്പൊ ഇന്ന് എക്സ്പെക്ട് ചെയ്ത പോലെ മാർക്കറ്റ് വന്നു, റീട്രേസ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയി. ചിലപ്പോ നാളെ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത് ഇവിടെ വന്ന് ഡബിൾ ബോട്ടം, ട്രിപ്പിൾ ബോട്ടം അങ്ങനെയൊക്കെ മേക്കുന്ന മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകാം. അപ്പോൾ മാർക്കറ്റിന്റെ ഓവറോൾ ഫ്ലോ, കറൻസിയുടെ കോറിലേഷൻ അറിഞ്ഞാൽ നമുക്കൊരു എഡ്ജ് നമുക്ക് ഓൾറെഡി ഉണ്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ആ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ കൺസെപ്റ്റിനെ നമ്മൾ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നു, ഒരു ഡീപ്പർ പുൾ ബാക്കിലേക്ക് മാർക്കറ്റ് വന്നു. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിനെ എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനെ വേണം മാർക്കറ്റ് സബ്. അപ്പൊ ഓരോ ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ പല പല നോളജ് ആവും നമുക്ക് കിട്ടുക. അപ്പൊ അതൊക്കെ നമ്മൾ കറൻസി കോറിലേഷൻ വെച്ച് നമുക്ക് ഓവറോൾ അനലൈസ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഡയറക്ഷനിലേക്ക് പോയത്, എന്തൊക്കെ പോസിബിലിറ്റി കാരണമാണ് മാർക്കറ്റ് ഇങ്ങോട്ട് പോകാനുള്ള കാരണം. അപ്പൊ നമ്മൾ എന്നും ഓരോ പാറ്റേൺസ് വെച്ച് ഈ ഒരു പാറ്റേണിൽ വന്നാലേ ട്രേഡ് എടുക്കുള്ളൂ, ഈ ഒരു കൺസെപ്റ്റിൽ എത്തിയാലും നമ്മൾ ട്രേഡ് എടുക്കുള്ളൂ, അങ്ങനെ ഇല്ല. മാർക്കറ്റിന്റെ പല യൂറോ എന്നിൽ നമ്മൾ ഫസ്റ്റ് TP വെച്ചേക്കുന്നത് ഈ ഒരു ലെവലിലാണ്. മാർക്കറ്റ് വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മുന്നേ വന്നിട്ട് വീണ്ടും റീട്രേസ് ചെയ്തുള്ള നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് എക്സിറ്റ് അടിക്കാൻ പറ്റുള്ള ഏരിയ ആണ് ഫസ്റ്റ് TP ലെവൽ. അതിനുശേഷം നമുക്ക് 4 അവറിലേക്ക് മാർക്കറ്റിംഗ് മാറ്റുമ്പോൾ മാർക്കറ്റിന്റെ ഒരു കീ റെസിസ്റ്റൻസ് ലെവൽ ഇവിടെയാണ്. മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെന്റത്തിൽ മാർക്കറ്റ് എന്നാൽ ഫുൾ പവറിൽ മാർക്കറ്റ് വന്ന മാർക്കറ്റിനെ ഇവിടുന്ന് ഒരു റീട്രേസ് ചെയ്തു. അപ്പൊ ഈ ഒരു ലെവലിൽ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. പക്ഷെ നമുക്കൊരു സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി സെക്യൂർ ആയിട്ടുള്ള മെത്തേഡ് ആകുമ്പോൾ നമുക്ക് ഈ ചെറിയൊരു പ്രോഫിറ്റില് ഏറെക്കുറെ ഒരു ഓൾമോസ്റ്റ് ഒരു 25 പിപ്പിന്റെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഏരിയയിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ട് അപ്പൊ മേ ബി മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെന്റത്തിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാം. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അനലൈസ് ചെയ്തേക്കുന്ന ഒരു 77 പിപ്പിന്റെ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരു സേഫ് ആയിട്ടൊരു എക്സിറ്റ് പോയിന്റ് ഈ ഒരു 25 പിപ്പിന്റെ ഒരു പ്രോഫിറ്റിൽ നമുക്ക് മാർക്കറ്റിന് എക്സിറ്റ് ആവാം. അതാണ് ഒന്നുകൂടി സേഫ് ആയിട്ടുള്ള മെത്തേഡ്. വീണ്ടും അനലൈസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ വീണ്ടും മാർക്കറ്റ് ഈ ഒരു എത്തിയിട്ട് മാർക്കറ്റ് ഒരു ഡീപ്പർ പുൾ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റിലായി, നമ്മൾ ഓൾമോസ്റ്റ് ലോസിലായി. അപ്പൊ നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ ഡാമേജ് ആയി. അപ്പൊ നമുക്ക് സ്കാൽപ്പിംഗ് എന്നുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഓവറോൾ അനലൈസ് ചെയ്യാൻ അറിയാം. അതേപോലെ നമുക്ക് എത്രത്തോളം റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ട്, ഓരോ ട്രേഡിലും നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു 4 അവറിലേക്ക് മാറ്റി ഈ ഒരു ഏരിയക്ക് ഒരു 77-70 നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു ഏരിയക്ക് ഒരു 74 പിപ്പിന്റെ ഒരു മൂവ്മെന്റ് മാർക്കറ്റ് തരും. ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. പക്ഷെ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു പ്രീവിയസ് ഉണ്ടായുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പൊ നമുക്ക് ആ ലെവൽ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഏരിയക്ക് എത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഇവിടെ കുറച്ച് കൺസോളിഡേഷന് ശേഷം മേ ബി ഒരു ബ്രേക്ക് ഔട്ട് വന്ന് മാർക്കറ്റ് മുകളിലോട്ട് വീണ്ടും പോവാം. മാർക്കറ്റ് ഇപ്പൊ 11:38 സമയം. മാർക്കറ്റ് ഒരു 12 കൂടിയിട്ട് ലണ്ടനും കൂടി ഓപ്പൺ ആകുമ്പോൾ നല്ല വോളിയത്തിൽ ചിലപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോവാം. പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 25-24 പിപ്പ് അത് നമുക്ക് ഈ ട്രേഡ് ക്ലോസ് ചെയ്യാം. അതേപോലെ മാർക്കറ്റിന് റിസ്ക് കുറച്ച് സമീപിക്കുമ്പോഴാണ് നമുക്ക് കൺസിസ്റ്റൻസിയോട് കൂടി ട്രേഡ് എടുക്കാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് ഒരുപാട് ട്രേഡ് എടുക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പോസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തതിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ട്രേഡ് എടുത്തു, ആ ഒരു ട്രേഡ് സക്സസീവ് ആയെങ്കിൽ പോലും അത് ഭാവിയിലേക്ക് നമുക്ക് യൂസ്ഫുൾ ആവണമെന്ന് വെച്ചാൽ പോസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ട്രേഡിന്റെ എണ്ണം കുറയ്ക്കും തോറും നമുക്ക് ഒന്നുകൂടി ഷാർപ്പ് ആക്കിയിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് കയറ്റാനും മറ്റു കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സിറ്റ് പോയിന്റ് ആണ് ഈ ഒരു ഏരിയ. പ്രീവിയസ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത ലെവലിൽ നിന്ന് നമുക്ക് മാർക്കറ്റിൽ എക്സിറ്റ് അടിച്ചു പോകാം. ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് അതാണ്. വീണ്ടും നമുക്ക് കൂടുതൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊണ്ടുവരികയാണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഹയർ ആയിട്ടുള്ള ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ചെറിയൊരു സ്കാൽപ്പിംഗ് ട്രേഡ്
അതാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. മാർക്കറ്റിൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാം, മാർക്കറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ $200 അക്കൗണ്ട് ആയിരുന്നു, ഇപ്പൊ $108 പ്രോഫിറ്റിലാണ്. നമ്മൾ വലിയൊരു ലോട്ട് സൈസിലാണ് ട്രേഡ് എടുത്തെങ്കിൽ പോലും മാർക്കറ്റിന്റെ 50% റിട്ടേൺസ് നമുക്ക് ഈ ഒരൊറ്റ ട്രേഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്കാൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുമ്പോൾ പോലും ഭാവിയിലേക്ക് നമുക്ക് ആ നോളജ് കിട്ടി കഴിഞ്ഞാൽ ഫണ്ടഡ് അക്കൗണ്ടിലായാലും കുറച്ചുകൂടി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല വലിയ അക്കൗണ്ടിൽ നമുക്ക് ട്രേഡ് ചെയ്തിട്ട് ഇതേപോലെ ഫണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. മിനിറ്റ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു നല്ലൊരു ലണ്ടൻ ഓപ്പൺ ആകുമ്പോൾ നല്ലൊരു മാർക്കറ്റിൽ മൊമെന്റ് ഉണ്ടാകുമ്പോൾ മേ ബി മാർക്കറ്റ് താഴോട്ട് വിക്ക് ഫോമിന് ശേഷം മാർക്കറ്റ് വീണ്ടും മാർക്കറ്റിന്റെ ഒരു ബുള്ളിഷ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ്, ഒരു നല്ലൊരു ഏരിയന്ന് ഒരു കുഴപ്പമില്ലാത്ത ഒരു പ്രോഫിറ്റ് എത്തുമ്പോൾ നമുക്ക് മാർക്കറ്റിന് എക്സിറ്റ് അടിച്ച് പോവാം. കാരണം മാർക്കറ്റിൽ ഒരു ലണ്ടൻ ഓപ്പൺ ആകുമ്പോൾ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ആ മൂവ്മെന്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഇനി ലിക്വിഡിറ്റി മുന്നേ ട്രേഡ് എടുത്തവരെ മാർക്കറ്റ് ഔട്ട് ആക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ $115 നമുക്ക് $113 നമ്മൾ ഈ ട്രേഡ് വെച്ച് ക്ലോസ് ചെയ്യണം. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പൊ $107 പ്രോഫിറ്റ്. വലിയൊരു ലോട്ട് സൈസ് ആണ്. ഒരു ഫുൾ ലോട്ടിലാണ് നമ്മൾ ട്രേഡ് എടുത്തേക്കുന്നത്. പക്ഷെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ഇനി മാർക്കറ്റിൽ ലണ്ടൻ ഓപ്പൺ ആകുമ്പോൾ മാർക്കറ്റിൽ ഒരു റീട്രേസ്മെന്റ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഏരിയക്ക് എത്തി, മാർക്കറ്റിൽ റീട്രേസ്മെന്റ് വന്ന ശേഷം മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് ട്രജക്ടറിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഒരു ചെറിയൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ചെറിയൊരു സ്കാൽപ്പിംഗ് ട്രേഡ് ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.